നമ്മളെല്ലാവരും രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരാളില്ലേ, നമ്മുടെ സ്വന്തം ചന്ദ്രൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചന്ദ്രന്റെ ചില രസകരമായ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോവാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എന്തായി ചന്ദ്രൻ ഓരോ ദിവസവും ഓരോ കോലത്തിൽ കാണുന്നെന്ന്? ചിലപ്പോൾ നല്ല വട്ടത്തിലൊരു വെള്ളിത്തളിക പോലെ ഇരിക്കും, അല്ലേ? ചിലപ്പോൾ നോക്കിയാലോ നേർത്തൊരു കീറ് പോലെ. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ? നമ്മൾ പണ്ടേ കേൾക്കുന്നതല്ലേ, ചന്ദ്രനിലൊരു മുയലുണ്ട്, അമ്പിളി അമ്മാവനുണ്ട് എന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ കഥകൾക്കൊക്കെ അപ്പുറത്ത് വെളിച്ചവും നിഴലും പിന്നെ അതിൻ്റെ ഒരു കറക്കവുമൊക്കെ ചേർന്നൊരു ഒന്നൊന്നര സയൻസ് സ്റ്റോറിയുണ്ട് ചന്ദ്രന് പറയാൻ. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ നമ്മളെല്ലാവരും എന്നും കാണുന്ന ആ ചന്ദ്രനെക്കുറിച്ച് തന്നെ സംസാരിക്കാം. അതായത് ചന്ദ്രൻ ഉണ്ടായത് തന്നെ ഭയങ്കര കൂട്ടിയിടികളുടെയും പൊട്ടിത്തെറികളുടെയും ഒക്കെ കഥയാണ്. പക്ഷേ അതിൻ്റെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് ഒരു താളത്തിലുള്ള നൃത്തം പോലെയാണ്, വളരെ കൃത്യമായിട്ടുള്ളൊരു ഡാൻസ്. നമുക്ക് ആ ഡാൻസിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് നോക്കിയാലോ? അപ്പോൾ അടുത്തത് എന്താണ് ഈ ചന്ദ്രന്റെ ദിവസവുമുള്ള രൂപമാറ്റത്തിന്റെ പിന്നിലെ രഹസ്യം? നമുക്കതൊന്ന് ഡീകോഡ് ചെയ്തെടുക്കാം. എന്തിനാ ചന്ദ്രൻ ഓരോ രാത്രിയും ഇങ്ങനെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്? അത് സ്വയം മാറുന്നതാണോ, അതോ വേറെ എന്തെങ്കിലും കളികളാണോ ഇതിനു പിന്നിൽ? ഇതിന്റെ ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെട്ടും, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് ചന്ദ്രന്റെ ഈ മാറ്റങ്ങളില്ലേ, അത് മൊത്തം മനസ്സിലാക്കാൻ ഒരു ഓറിയോ ബിസ്ക്കറ്റ് മതി. സത്യമാ, ഞാൻ ഈ പറയുന്ന ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് ചന്ദ്രന്റെ ഓരോ ഘട്ടവും സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ദാ ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ ആ ബിസ്ക്കറ്റിലെ ക്രീം മുഴുവൻ മാറ്റിയാൽ അത് അമാവാസി പോലെയായി, അതായത് ന്യൂ മൂൺ. ആ സമയത്ത് സൂര്യന്റെ വെളിച്ചം തട്ടുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ബിസ്ക്കറ്റിന്റെ പകുതി ക്രീം, അത് ഫസ്റ്റ് ക്വാർട്ടർ. ക്രീം ഫുള്ളായിട്ടുള്ള ബിസ്ക്കറ്റോ, അത് നമ്മുടെ പൗർണമി, അതായത് ഫുൾ മൂൺ. അപ്പോൾ സംഭവം ഇത്രയുള്ളൂ, ചന്ദ്രൻ ഭൂമിയെ ഇങ്ങനെ കറങ്ങുമ്പോൾ സൂര്യവെളിച്ചം അതിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് തട്ടുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ഓരോ രൂപങ്ങളും കാണുന്നത്. ചന്ദ്രന്റെ ഈ പതിവ് കറക്കമൊക്കെ കാണാൻ നല്ല രസാണ്. പക്ഷേ ചില സമയത്ത് ഈ ഡാൻസിനിടയിൽ ഒരു നാടകീയമായ സംഭവം നടക്കും, ഒരു ട്വിസ്റ്റ്. അതാണ് ചുവന്ന ഗ്രഹണങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ് മൂൺ. ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണമെന്ന് പറഞ്ഞാൽ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ ഇത് മൂന്നും ഒരേ ലൈനിൽ വരണം. അപ്പോൾ എന്ത് സംഭവിക്കും? ചന്ദ്രൻ നേരെ വന്ന് ഭൂമിയുടെ നിഴലിൽ കയറും, പൂർണ്ണമായിട്ടും. അപ്പോൾ ഒരു സംശയം വരാം, ഭൂമിയുടെ നിഴലിൽ പെട്ടാൽ ചന്ദ്രനെ പിന്നെ കാണാൻ പാടില്ലല്ലോ, അല്ലേ? പിന്നെങ്ങനെയാ അത് അപ്രത്യക്ഷമാകുന്നതിന് പകരം ഒരു ചോരച്ചുവപ്പ് നിറത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്? ഇതൊരു മിസ്റ്ററി തന്നെ അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും, ആ ചന്ദ്രൻ അങ്ങോട്ട് ഇരുട്ടിലായി പോകുമെന്ന്. പക്ഷെ ശരിക്കും സംഭവിക്കുന്നതോ, ഒരു ബ്ലഡ് മൂൺ അങ്ങോട്ട് ഉദിച്ചു വരും. ഈ ഒരു മിസ്റ്ററിയുടെ ഉത്തരം കിടക്കുന്നത് വേറെ എവിടെയുമല്ല, നമ്മുടെ സ്വന്തം ഭൂമിയിൽ തന്നെയാണ്. നമുക്കിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷമില്ലേ, അതൊരു ടോർച്ചിലെ കളർ ലെൻസ് പോലെയാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. അപ്പോൾ ശരിക്കും നടക്കുന്നത് ഇതാണ്, സൂര്യന്റെ വെളിച്ചം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ വരുമ്പോൾ നീല ലൈറ്റൊക്കെ അങ്ങ് ചെതറി തെറിച്ചു പോകും. പക്ഷെ ചുവപ്പ് ലൈറ്റിലെ അത് വളഞ്ഞ് നേരെ ചന്ദ്രനിൽ പോയി പതിക്കും. ചുരുക്കി പറഞ്ഞാൽ ആ സമയത്ത് ഭൂമിയിൽ എവിടെയൊക്കെ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ടോ അവിടുത്തെ എല്ലാ ചുവപ്പ് വെളിച്ചവും കൂടിയാണ് നമ്മൾ ആ ചന്ദ്രനിൽ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു ഭംഗിയുള്ള കാഴ്ചയായിരിക്കും അത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു ഡൗട്ട് വരും, എല്ലാ മാസവും പൗർണമിക്ക് ചന്ദ്രൻ ഭൂമിയുടെ പിന്നിൽ തന്നെയല്ലേ വരുന്നത്, പിന്നെന്താ എല്ലാ മാസവും ഗ്രഹണം ഉണ്ടാവാത്തത്? അതിനൊരു സിമ്പിൾ കാരണമേയുള്ളൂ. ചന്ദ്രന്റെ പോണവഴി, അതായത് അതിൻ്റെ ഓർബിറ്റ് കുറച്ചൊന്ന് ചെരിഞ്ഞാണ്. അപ്പം മിക്കവാറും മാസങ്ങളിൽ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൻ്റെ ഒന്നുകിൽ മുകളിലൂടെ പോകും, അല്ലെങ്കിൽ താഴത്തൂടെ പോകും. എപ്പോഴാണോ അത് കറക്റ്റായിട്ട് ആ നിഴലിൻ്റെ ഉള്ളിൽ വരുന്നത്, അപ്പോൾ മാത്രം ഗ്രഹണം നടക്കും. ഓക്കേ, ഇനി നമുക്ക് അവസാനത്തെ കാര്യത്തിലേക്ക് കടക്കാം. ആകാശത്ത് ചന്ദ്രനെ എങ്ങനെ കൃത്യമായി കണ്ടുപിടിക്കാം? അതിനൊരു സ്കൈ അഡ്രസ് തന്നെ ഉണ്ട്. അതിലാദ്യത്തേതാണ് ആൾട്ടിറ്റ്യൂഡ്. സംഭവം സിമ്പിളാണ്. ചന്ദ്രൻ ആകാശത്ത് എത്ര പൊക്കത്തിലാണെന്ന് പറയുന്നൊരു അളവാണിത്. അതായത് ചക്രവാളം അല്ലെങ്കിൽ ഹൊറൈസൺ 0 ഡിഗ്രി ആണെങ്കിൽ നേരെ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള പോയിന്റ് 90 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തെ കാര്യം അസിമുത്ത്. ഇത് ചന്ദ്രൻ ഏത് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു തരും. ഒരു കോമ്പസ് പോലെ ഓർത്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് 150 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരെ തെക്കോട്ട് നോക്കണം, അത്രയുള്ളൂ. അപ്പോൾ ഈ ആൽറ്റിറ്റ്യൂഡും അസിമുത്തും ഒരുമിച്ച് കിട്ടിയാൽ സംഗതി എളുപ്പമായി. ആൽറ്റിറ്റ്യൂഡ് പറയും എത്ര മുകളിലേക്ക് നോക്കണമെന്ന്, അസിമുത്ത് പറയും ഏത് ദിശയിലേക്ക് നോക്കണമെന്ന്. ഇത് വെച്ച് ആകാശത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ചന്ദ്രനെ കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആൽറ്റിറ്റ്യൂഡ് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ചന്ദ്രൻ ചക്രവാളത്തിന് താഴെയായിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത തവണ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിരിക്കുമല്ലേ?
വെറുതെ നോക്കുന്നതിന് പകരം പുതിയൊരു രീതിയിൽ നിങ്ങൾക്ക് ആകാശത്തെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പുതിയ സ്റ്റാർ ഗേസിംഗ് ടൂൾ കിറ്റ് തന്നെയുണ്ട്. ഒന്നാമതായി, ചന്ദ്രന്റെ ഈ രൂപമാറ്റമൊക്കെ വെളിച്ചത്തിന്റെയും നിഴലിന്റെയും ഒരു കളിയാണെന്ന് നിങ്ങൾക്കിപ്പം അറിയാം. രണ്ടാമതായി, ആ ചുവന്ന ഗ്രഹണമെന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലാ അസ്തമയങ്ങളുടെയും വെളിച്ചം ഒന്നിച്ചതാണെന്ന് മനസ്സിലായി. പിന്നെ ചന്ദ്രന്റെ ഓർബിറ്റ് കുറച്ച് ചരിഞ്ഞതുകൊണ്ടാണ് ഗ്രഹണങ്ങളൊക്കെ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതെന്നും നിങ്ങൾ പഠിച്ചു. ഏറ്റവും പ്രധാനമായി, ആൾട്ടിറ്റ്യൂഡും അസിമുത്തും വെച്ച് ചന്ദ്രന്റെ കൃത്യമായ ലൊക്കേഷൻ പറയാനും നിങ്ങൾക്കിപ്പോൾ അറിയാം. ചന്ദ്രൻ അതിന്റെ കഥകളൊക്കെ നിങ്ങളുമായി പങ്കുവച്ചു. ഇനി ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന ആ കോടിക്കണക്കിന് നക്ഷത്രങ്ങളില്ലേ, അവർക്ക് എന്തൊക്കെ കഥകളായിരിക്കും പറയാനുണ്ടാവുക? അടുത്ത തവണ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ കഥകൾ കേൾക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ.